അസ്സലാമു അലൈക്കും. അപ്പോ ഇന്നലെ ഒരു ഫോളോവർ, ഒരു യുവാവ് കൂടിയാണ്, അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, വുളൂഹിന്റെ പരിപൂർണമായ രൂപം പറഞ്ഞു തരുമോ? അതിനോടൊപ്പം തന്നെ വുളൂഹിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, ആരാധന കർമ്മങ്ങളിലുള്ള എന്തെങ്കിലും അറിവില്ലായ്മകൾ ഉണ്ടെങ്കിൽ എന്താവും, അത് കമന്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ ഓരോ ദിവസവും സൗകര്യം പോലെ നിങ്ങൾക്ക് അതിനുള്ള വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോ ഇന്നലെ ആ സുഹൃത്ത്, ആ സഹോദരൻ ചോദിച്ച ഡൗട്ട് എന്നുള്ളത് വുളൂഹിന്റെ പരിപൂർണമായ രൂപം എങ്ങനെയാണ് എന്നുള്ളതാണ്. വുളൂഹ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വുളൂഹ് ചെയ്യുന്ന വെള്ളത്തെയാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമായിരിക്കണം. ഇനി നാം ചെയ്യേണ്ടത് നിയ്യത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ നിയ്യത്ത് കരുതുക. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയതിന് ശേഷം നല്ലോണം മിസ്വാക്ക് ചെയ്യുക. നാവ്, പല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഇനി നാം ചെയ്യേണ്ടത് 3 തവണയായിട്ട് നമ്മുടെ 2 മുൻകൈ കഴുകുക. മുൻകൈയുടെ പൊസിഷൻ എന്നുള്ളത് ഈ വിരലിന്റെ തുമ്പ് മുതൽ ഈ മണിബന്ധം വരെയാണ്. 2 കൈന്റെ എന്താവുക, അങ്ങനെ 3 തവണ കഴുകുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിരലുകൾക്കിടയിലൂടെ ഒക്കെ വെള്ളം ചേരണം. അപ്പൊ അതിനുള്ള ഒരു വഴി എന്താ വെച്ചാൽ, ഇപ്പൊ 3 തവണ കഴുകാണ്ടല്ലോ, അപ്പോൾ ഈ വലത് കൈ ഇടത് കൈയിന്റെ വിരലുകളിലേക്ക് ഇങ്ങനെ ചേർത്തുമ്പോൾ വലത് കൈ ഇടത് കൈയിന്റെ മുകളിലും വരണം, ഇടത് കൈ വലത് കൈയിന്റെ മുകളിലും വരണം. അപ്പൊ എല്ലായിടത്തും വെള്ളം ചേരും. എന്നിട്ട് ഈ മുകളിൽ കാണുന്ന ദിക്ർ കൂടി, പ്രാർത്ഥന കൂടി അതിനോടൊപ്പം ചൊല്ലുക. അടുത്തത് ചെയ്യാനുള്ളത്, വലത് കൈയിൽ വെള്ളം എടുത്തിട്ട് എന്താവുക, വായിൽ വെള്ളം കയറ്റി കുപ്പിളിക്കുകയും അതിനോടൊപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം. അപ്പൊ ഈ കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഒരു 3 തവണ ചെയ്യുക. ഇനി ചെയ്യാനുള്ളത് 3 തവണയായിട്ട് മുഖം കഴുകലാണ്. ഈ മുഖത്തിന്റെ പരിധി എന്നുള്ളത് ഈ ചെവി മുതൽ ഈ ചെവി വരെയും നമ്മുടെ ഈ മുടി മുളക്കണ ഈ സ്ഥലം ഉണ്ടല്ലോ, അതാ ഈ നെറ്റിയുടെ ഇത് മുതൽ താടിയെല്ല് വരെയാണ് മുഖത്തിന്റെ പരിധി എന്നുള്ളത്. വുളൂഹിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്താവണം, മുഖം കഴുകുന്നതിന് മുമ്പ് നിയത്ത് വെക്കണം. ഇനി ചെയ്യാനുള്ളത് 2 കൈകൾ പരിപൂർണമായിട്ട് കഴുകുക. മുട്ട് വരെയാണ് അതിന്റെ സ്ഥലം, മുട്ടുൾപ്പെടെ കഴുകണം. 3 തവണയായിട്ട് കഴുകുക. ആദ്യം വലത് കൈ 3 തവണ, പിന്നെ ഇടത് കൈ മുട്ട് വരെ 3 തവണ. ഇനി ചെയ്യാനുള്ളത് തല എന്താവുക, 3 തവണ തടയുക. ഈ തലയൊക്കെ തടവുമ്പോൾ ശ്രദ്ധിക്കണം, മുടി കുറെ വളർന്നവരാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ തൂങ്ങിക്കണ മുടിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ തടവിട്ട ഒതു ശരിയാവില്ല. ഒരു പരിപൂർണമായ രൂപം എന്നുള്ളത് 2 കൈയിലും വെള്ളം നനച്ചിട്ട് 2 കൈയും, ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് മറ്റു കൈ കാട്ടി തരാൻ പറ്റാത്തത്, ഈ മുടിയുടെ തുടക്കം മുതൽ പിരടി വരെ കൊണ്ടുപോകുക. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും കൊണ്ടുവരിക. ഇതാണ് ഒരു തല തടവടിന്റെ പരിപൂർണമായ രൂപം. ഇനി ചെയ്യാനുള്ളത് ചെവി തടവുക. ഈ തണ്ടവിരലും ചൂണ്ടുവിരലും അത് രണ്ടും അങ്ങനെ ചെവിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അങ്ങനെ 2 ചെവി 3 തവണ. ഇനി ചെയ്യാനുള്ളത് കാലെന്താവുക, തടയുക. അതിൽ നെരിയാണി ഉൾപ്പെടണം. ചിലത് നെരിയാണി നനയില്ല, ഒതു ശരിയാവില്ല കേട്ടോ മക്കളെ. നെരിയാണി അടക്കം നനയുന്ന രീതിയിലാവണം കാല് കഴിക്കേണ്ടത്. ആദ്യം വലത് കാലം 3 തവണ, പിന്നെ ഇടത് കാലം 3 തവണ. അപ്പൊ വുളൂഹ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സൗകര്യപ്പെട്ടാണെങ്കിൽ പഠിച്ചാൽ ഉപകാരപ്പെടും. വുളൂഹിന് ശേഷം ഹദീസുകളിലെല്ലാം വന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, പ്രവാചകൻ തങ്ങളൊക്കെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. 2 കണ്ണും കൈകളും മേലോട്ട് ഉയർത്തിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന അതുകൂടി പഠിച്ച ഉഷാറായി. ഇപ്പൊ ഈ പറഞ്ഞ വുളൂഹിന്റെ പരിപൂർണമായ രൂപത്തിൽ ഇനി നിർബന്ധമായി